ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്ത് സുമർ 42, 43, 44 ഈ ആയത്തുകളാണ് പുതിയ പാഠമായി ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ പരിശോധിക്കാം. അല്ലാഹു അല്ലാഹു എന്ന് പറയുമ്പോഴുള്ള ലഫ്ളുൽ ജലാല, അതിലെ ലാമും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യേണ്ടതാണ്, തടിപ്പിച്ച് പറയണം. അല്ലാഹു യതവഫ, യതവഫ ലെ വ എന്ന് രണ്ട് ചുണ്ടിൽ നിന്നും ഫ എന്ന് താഴെ ചുണ്ടും മേലെ മുൻപല്ലും ചേർത്തുമാണ് ഉച്ചരിക്കുക. അപ്പോൾ യതവഫ, യതവഫൽ അൻഫുസ, അൽ അൻഫുസ എന്ന് പറയുമ്പോൾ സാക്കിനത്തെ നൂനിനെ അവ്യക്തമാക്കി മറച്ച് മണിച്ചോദണം. യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, حين موتها والتي لم تمت في منامها. لم تمت, ലം എന്നതിൽ സാക്കിനത മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. തെമുത്ത്, തെമുത്ത് എന്ന് പറയുമ്പോൾ താഇൻ്റെ ഉച്ചാരണം സുക്കൂൻ നൽകപ്പെട്ട തായ് മഹ്മൂസും ഷദീദുമായ തായ് പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക. ഫീ മനാമിഹ, മനാമിഹ അല്ല മനാമിഹ, ഫീ മനാമിഹ. ഫയുംസികു, യുംസികു സാക്കിന മീം വീണ്ടും ഇൽഹാർ ഷഫവി മണിക്കരുത് വെളിവാക്കണം. ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗത്ത്. ഖദാ, ഖാഫ്, ദ്വാദ്, ദ്വാദിൻ്റെ അലിഫ് ഇവയെല്ലാം തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. അലൈഹൽ മൗത വയുർസിലു, വയുർ യുർ എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം, തഫ്ഖീം നിസ്ബിയാണ്. വയുർസിലുൽ ഉഖ്റാ, റാ ഖാഇ റാഇ, ഖാഇനും നിസ്ബിയായ തഫ്ഖീം. പിന്നെ റായിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. വയുർസിലുൽ ഉഖ്റാ ഇലാ, അല്ലേ, രണ്ട് അലിഫ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഉഖ്റാ എന്ന് പറയുമ്പോൾ അലിഫും ഇലാ എന്ന് പറയുമ്പോൾ അലിഫും, ഒന്ന് തഫ്ഖീം മറ്റേ തർഖീഖ്, അതാണ് വ്യത്യാസം. ഉഖ്റാ ഇലാ, ഈ രണ്ട് അലിഫിനെയും മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇലാ അജലിൻ മുസമ്മ, അജലിൻ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. പിന്നീട് മുസമ്മ മീം മുഷദ്ദദ വീണ്ടും അതിനും മണിക്കണം, ഉന്നത്ത് നൽകേണ്ടതാണ്. ഇന്ന ഫീ ദാലിക, നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ലആയാതിൻ ലിഖൗം, ആയാതിൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ഖൗമിൻ തൻവീൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം, ഭാഗികമായ ലാനം ലയിപ്പിക്കൽ നൽകി. ലിഖൗമി, ഖൗം എന്ന് പറയുമ്പോൾ ഖാഫ് നല്ല പൂർണ്ണമായ തഫ്ഖീമോട് കൂടി തടിപ്പിച്ച് ഉച്ചരിക്കുക. യതഫക്കറൂൻ, യതഫക്ക, ഖാഫിൻ്റെ ഷദ്ദുള്ള അവസ്ഥയിൽ ശരിയായ പൂർണ്ണമായ ഹംസും ഷിദ്ദത്തുമൊക്കെ വ്യക്തമാകേണ്ടതാണ്. യതഫക്കറൂൻ, റാ തഫ്ഖീം ചെയ്ത് ഓതണം, തടിപ്പിച്ചുച്ചരിക്കുക.
എമിത്തഖദു തഫ്ഖീമാണ്, തടിപ്പിച്ച് ഓതണം. എമിത്തഖദു മിൻ ദൂനില്ലാഹി, മിൻ എന്ന സാക്കിനത്ത നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ലാഹി ശുഫആ, ഇവിടെ മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. വഖഫിൻ്റെ സന്ദർഭമായതിനാൽ 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ഇഷ്ബായ് ചെയ്യൽ അനുവദനീയമാണ്. 6 ഹറക്കത്തിൻ്റെ അളവ് വരെ നീട്ടി നിർത്താവുന്നതാണ്. ഖുൽ അവലൗ കാനൂ ലാ യംലികൂന, അതിൽ സുക്കൂൻ നൽകപ്പെട്ട മീമുണ്ട്, ഇൽഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്ക് ഇൽഹാർ ഷഫവി. ലാ യംലികൂന ശൈഅൻ വലാ യഅഖിലൂൻ, ശൈഅൻ വലാ, തൻവീനിനെ വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ശൈഅൻ വലാ. ഖുൽ ലില്ലാഹി, യഅഖിലൂൻ എന്ന പദത്തിലെ ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകിയാൽ മതി. ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ, ഖുൽ എന്ന സാക്കിന ലാം, ലില്ലാഹി എന്ന രണ്ടാമത്തെ ഹറക്കത്തുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിക്കുകയാണ്. എന്നിട്ട് ഷദ്ദുള്ള ഒറ്റ ലാം ഉച്ചരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഇദ്ഗാം അൽ മുതമാസിലൈനിയാണ്. സാക്കിനത്തായ ലാമുകളുടെ ഇനങ്ങളും അവയുടെ വിധികളും നമുക്ക് പിന്നീട് വിശദമായി മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഖുൽ ലില്ലാഹി ശഫാഅ, അശ്ശഫാഅ ഷീനിൻ്റെ തഫശി, പരക്കുക, വ്യാപിക്കുക എന്ന സിഫത്ത് ശ്രദ്ധിച്ചോതുക. ഖുൽ ലില്ലാഹി, ഖാഫിന് തഫ്ഖീം നിസ്ബി കൊടുക്കുക. ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ, 2 ഐന്, തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്, ശ്രദ്ധിച്ചോതുക. ലഹു ജമീഅ എന്ന് വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ജമീഅൻ ലഹു, ഇദ്ഗാം ബിലാ ഗുന്ന നൽകിക്കൊണ്ട് തൻവീനിനെ ലയിപ്പിച്ചോദനം മണിക്കാതെ. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, റാ ദ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, സുമ്മ ശബ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. തുർജഊൻ റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഓതേണ്ടതാണ്. തുർജഊൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. أم اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون.